സോസേജ് കൊണ്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് സോസേജ് ഒന്ന് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാനോ ചീനച്ചട്ടിയോ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം നമ്മളിത് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചതക്കിയൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്.